ചട്ടമ്പി സ്വാമികൾ അഥവാ പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിൽ നിർണായക പങ്കുവഹിച്ച ആത്മീയ ആചാര്യൻ. ഹിന്ദുമതത്തിൽ ബ്രാഹ്മണന്മാരുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് അദ്ദേഹം പൊതുരംഗത്ത് കൂടുതൽ ശ്രദ്ധേയനായത്. അതുമാത്രമല്ല, ക്രിസ്തുമത ഛേദനം എന്നൊരു പുസ്തകവും അദ്ദേഹത്തെ വളരെ പ്രസിദ്ധനാക്കി. വർണ്ണാശ്രമ വ്യവസ്ഥയെ നിഷേധിക്കുക, സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് വാദിക്കുക, സാർവത്രിക വിദ്യാഭ്യാസത്തിന് ആഹ്വാനം നൽകുക എന്നിങ്ങനെ അന്ന് കേരള സമൂഹം ചർച്ച ചെയ്യാത്ത പല വിഷയങ്ങളും ചട്ടമ്പി സ്വാമികൾ പൊതുവേദികളിൽ അവതരിപ്പിക്കുകയുണ്ടായി. മതപുരാണങ്ങളെയും ആചാരങ്ങളെയും യുക്തിയുടെ വെളിച്ചത്തിൽ സമീപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. സോ വീഡിയോ മുഴുവനായി കാണുക, അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക. ഇറ്റ്സ് മീ അഭിനേഷ് ആനന്ദ്. വെൽക്കം ടു ദ വീഡിയോ. തിരുവനന്തപുരത്തെ കണ്ണൻമൂല എന്നൊരു ഗ്രാമം. അവിടെ ഉള്ളൂർക്കോട് വീടെന്ന ഒരു ദരിദ്ര നായർ കുടുംബത്തിൽ 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. അച്ഛൻ താമരശ്ശേരി വാസുദേവ ശർമ്മ, അമ്മ നങ്കാദേവി. അവർ തങ്ങൾക്ക് ജനിച്ച കുഞ്ഞിന് അയ്യപ്പൻ എന്ന് പേരിട്ടു. അയ്യപ്പൻ എന്നാണ് പേരെങ്കിലും കുഞ്ഞൻ എന്ന ഓമന പേരിലാണ് അവൻ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. നങ്കാദേവി, അതായത് കുഞ്ഞന്റെ അമ്മ, ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ വീട്ടുജോലിക്ക് പോയാണ് കുടുംബം പുലർത്തിയിരുന്നത്. അച്ഛൻ വാസുദേവ ശർമ്മയാകട്ടെ ഒരു കൊച്ചു ക്ഷേത്രത്തിലെ പൂജാരിയായ ബ്രാഹ്മണനായിരുന്നു. നങ്കാദേവിയുടെയും വാസുദേവൻ ശർമ്മയുടെയും വിവാഹം എന്നത് സംബന്ധ രീതിയിലുള്ള ഒരു വിവാഹമായതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു പിതാവായി തന്നെയായിരുന്നു അയാൾ തന്റെ ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നത്. അതുമാത്രമല്ല, ഉയർന്ന ജാതിയിൽ നിന്നായതുകൊണ്ട് തന്നെ തന്റെ സ്വന്തം മക്കൾക്ക് പോലും തൊട്ടു തീണ്ടാൻ പാടില്ലാത്ത ഒരു പിതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ജാതി വ്യവസ്ഥയുടെ ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ടുള്ള ഒരു മാനസികാവസ്ഥ കുട്ടിക്കാലം മുതൽക്കേ കുഞ്ഞനിൽ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണമായും ഇതിനെ പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ അത് അങ്ങനെയല്ല എന്നും കുട്ടിക്കാലത്ത് വാസുദേവ ശർമ്മ തന്നെയാണ് കുഞ്ഞിനെ മലയാളം എഴുതുവാനും വായിക്കുവാനും പഠിപ്പിച്ചതെന്നും മുമ്പ് പറഞ്ഞ വാദത്തിന് എതിരായ ഒരു വാദമായി പലരും മുന്നോട്ട് വെക്കുന്നുമുണ്ട്. വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കുവാനുള്ള മാർഗങ്ങളൊന്നും തന്നെ കുഞ്ഞനുണ്ടായിരുന്നില്ല. അച്ഛൻ്റെയും അയൽ വീടുകളിലെ കുട്ടികളുടെയും സഹായത്തോടെ അവൻ അവൻ്റെ അക്ഷരാഭ്യാസം നടത്തി. സംസ്കൃതത്തിലെയും തമിഴിലെയും മലയാളത്തിലെയും പ്രാഥമിക പാഠങ്ങൾ അവൻ ഹൃദയസ്ഥമാക്കി. അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം വടിവീശ്വരം വേലുപ്പിള്ള ആശാനിൽ നിന്ന് കണക്കും വായനയും പഠിച്ചു. വീടിന് സമീപമുള്ള കൊല്ലൂർ മഠത്തിലെ ശാസ്ത്രികൾ കുഞ്ഞന് പഠിക്കുവാനുള്ള താല്പര്യം തിരിച്ചറിഞ്ഞ് അമരകോശം, സിദ്ധരൂപം, ലഘുകാവ്യങ്ങൾ എന്നിവ അവനെ അഭ്യസിപ്പിക്കുകയും ചെയ്തു. 15 വയസ്സുള്ളപ്പോഴാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ എന്ന പണ്ഡിതന്റെ പാഠശാലയിൽ ചേർന്ന് പഠിക്കുവാൻ ആരംഭിച്ചത്. അങ്ങനെ ആശാൻ കുഞ്ഞന്റെ സാമർഥ്യം തിരിച്ചറിഞ്ഞ് അവനെ പാഠശാലയിലെ ചട്ടമ്പിയായി നിയമിച്ചു. പലപ്പോഴും നമ്മൾ അഹങ്കാരികളായ പലരെയും ചട്ടമ്പി എന്ന് കളിയാക്കി വിളിക്കുമെങ്കിലും ചട്ടമ്പി എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ചട്ടങ്ങളെ നിയന്ത്രിക്കുന്നവൻ അഥവാ നേതാവ് എന്നൊക്കെയാണ്. അങ്ങനെ ഇതോടെ കുഞ്ഞൻ പിള്ള ചട്ടമ്പി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് മുതിർന്നപ്പോഴും ചട്ടമ്പി എന്ന സ്ഥാനപ്പേര് അദ്ദേഹം പേരിനോടൊപ്പം കൂട്ടി. എന്നാൽ പഠിത്തം അധിക നാൾ തുടരാൻ കഴിഞ്ഞില്ല. വീട്ടിലെ ദാരിദ്ര്യം കാരണം പഠിത്തം നിർത്തേണ്ടി വരികയും മാതാവിനും സഹോദരങ്ങൾക്കും ചിലവിന് വേണ്ട വക കണ്ടെത്തുവാൻ ജോലി ആവശ്യമായി വരികയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ജോലി തേടിയിറങ്ങി. ഒരു ജോലിയെയും പുച്ഛത്തോടെയും വെറുപ്പോടെയും അദ്ദേഹം കണ്ടിരുന്നില്ല. സർ ടി മാധവറാവു ദിവാനായിരുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് നിർമ്മാണത്തിന് ഇഷ്ടികയും മണലും മണ്ണും മറ്റും ചുമക്കുവാനുള്ള ഒരു ഭാഗ്യം തനിക്കുണ്ടായെന്നും അതുകൊണ്ട് തന്നെ ഭരണസൗധത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ മോശമില്ലാത്ത ഒരു പങ്ക് താനും വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പിൽക്കാലത്ത് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം കൊല്ലൂർ മഠക്കാരുടെ കണക്കുകൾ എഴുതുന്ന ജോലിയായിരുന്നു അദ്ദേഹം ചെയ്തു പോന്നിരുന്നത്. ഒരു വക്കീൽ ഗുമസ്തനായും കുറച്ചുനാൾ ജോലി നോക്കിയിരുന്നു. പിന്നീട് നെയ്യാറ്റിൻകരയിൽ ആധാരമെഴുത്തുകാരനായും കുറച്ചു കാലം കൂടി. മതം, തത്വശാസ്ത്രം, ചരിത്രം തുടങ്ങിയ പലതിലും അവനുള്ള താല്പര്യം അറിയാനിടയായ തദ്ദേശവാസികൾ തങ്ങളുടെ സംശയങ്ങൾ തീർക്കുവാൻ ആ യുവാവിനെ സമീപിച്ചു തുടങ്ങി. നീണ്ട താടി, മുടങ്ങാത്ത യോഗ പരിശീലനം, ധ്യാനം, ലളിത ജീവിതം ഇതെല്ലാം തന്നെ ജനങ്ങൾ വളരെ ബഹുമാനത്തോടെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവർ അവനെ കുഞ്ഞൻപിള്ള സ്വാമി എന്ന് വിളിച്ചു. പിന്നെ കുറച്ചു നാൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ ജോലി ഭൂതപ്പാണ്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു പ്രദേശം ദക്ഷിണേന്ത്യൻ തത്വശാസ്ത്രം, സംസ്കാരം, ശാസ്ത്രങ്ങൾ ഇവയുടെ എല്ലാം ഒരു തട്ടകമായിരുന്നു. അവിടെ ചുറ്റുവട്ടത്തുള്ള വീടുകളും ക്ഷേത്രങ്ങളും ശൈവ സിദ്ധാന്ത സമ്പ്രദായത്തെയും സിദ്ധവൈദ്യത്തെയും പറ്റി മനസ്സിലാക്കാൻ ഉതകുന്ന നല്ല വിദ്യാ കേന്ദ്രങ്ങളായിരുന്നു. ഇവിടെ വെച്ച് കുഞ്ഞൻ തൻ്റെ തമിഴിലുള്ള അറിവ് കൂടുതൽ മെച്ചപ്പെടുത്തി. മതം, തത്വശാസ്ത്രം, ചരിത്രം, വൈദ്യം ഇവയെ സംബന്ധിച്ച് തമിഴിലുള്ള ചില പഴയ കയ്യെഴുത്ത് പ്രതികളും താളിയോലകളും പരിശോധിക്കുവാനുള്ള സുവർണ അവസരവും അവന് ലഭിച്ചു. എന്നാൽ ഏറെ താമസിയാതെ ജോലി വേണ്ടെന്ന് വെച്ച് അവൻ തിരുവനന്തപുരത്തേക്ക് തന്നെ മടങ്ങി. സെക്രട്ടേറിയറ്റിലേക്ക് ഗുമസ്തന്മാരെ നിയമിക്കുവാൻ ദിവാൻ സർ ടി മാധവറാവു നടത്തിയ പരീക്ഷയിൽ വിജയിച്ചുകൊണ്ട് അവൻ അവിടുത്തെ കണക്കപ്പിള്ളയായി. എന്നാൽ കുഞ്ഞൻപിള്ള സർക്കാർ ജീവനക്കാരനായി അധിക നാൾ തുടർന്നില്ല. സർക്കാർ ജീവനം ഉപേക്ഷിച്ച കുഞ്ഞൻപിള്ള
രാമൻപിള്ള ആശാന്റെ നേതൃത്വത്തിലുള്ള ജ്ഞാനപ്രചാരം എന്ന സാംസ്കാരിക സംഘത്തിലെ സജീവ അംഗമായി. മനോന്മണീയം സുന്ദരംപിള്ള, തൈക്കാട് അയ്യാസ്വാമി, സ്വാമിനാഥ ദേശികൻ തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാരെയൊക്കെ പരിചയപ്പെടുവാനും കുഞ്ഞന് അവിടെ അവസരം ലഭിച്ചു. പണ്ഡിതന്മാരായും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകന്മാരായും ബന്ധപ്പെടുവാനും തൻ്റെ അറിവ് വിപുലീകരിക്കുവാനും അങ്ങനെ കുഞ്ഞന് സാധിച്ചു. മനോന്മണീയം സുന്ദരംപിള്ളയുമായുള്ള സൗഹൃദം പാശ്ചാത്യ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ബൈബിൾ പഠനത്തിനും സഹായകരമായി. അങ്ങനെ സംസ്കൃത വ്യാകരണ പഠനത്തിനായി ഇലന്തൂർ രാമശാസ്ത്രികളുടെ അടുക്കൽ ചെന്നു. തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ തമിഴ് പ്രൊഫസറായിരുന്ന സ്വാമിനാഥ ദേശികൻ അവനെ തമിഴ് വ്യാകരണം പഠിപ്പിച്ചു. തൈക്കാട് അയ്യാസ്വാമിയുമായുള്ള പരിചയം കുഞ്ഞൻപിള്ളയ്ക്ക് തമിഴ് പ്രമാണ ഗ്രന്ഥങ്ങൾ അനുസരിച്ചുള്ള വേദാന്ത ചിന്തകളിലേക്ക്, പ്രത്യേകിച്ചും ദക്ഷിണദേശത്തെ ശൈവമാർഗാവലംബികളുടെ പരമ്പരാഗത ചിന്താ സമ്പ്രദായത്തിലേക്കുള്ള പ്രവേശന കവാടം തുറന്നുകൊടുത്തു. അവിടെ സുബ്ബ ജടാപാടി എന്ന സുബ്ബ ജഡവല്ലഭരുടെ ജ്ഞാനക്ഷേത്രത്തിലെ വിദ്യാഭ്യാസമാണ് കുഞ്ഞൻപിള്ളയുടെ വീക്ഷണത്തെയും ആധ്യാത്മികതയിലൂടെയുള്ള മുന്നേറ്റത്തെയും പൂർണ്ണതയിലെത്തിച്ചത്. സുബ്ബ ജഡവല്ലഭർ ദക്ഷിണ ഭാരതം മുഴുവൻ അറിയപ്പെടുന്ന ആചാര്യനായിരുന്നു. തർക്കശാസ്ത്രം, വ്യാകരണം, മീമാംസ, ഭാരതീയ ആധ്യാത്മിക, നിഷൂഢശാസ്ത്രം, വേദങ്ങൾ, വേദാന്തം ഇവയിലൊക്കെ അദ്ദേഹത്തിന് തുല്യനായി മറ്റൊരാൾ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന്റെ കുടുംബം വേണാട്ടു രാജാക്കന്മാരുമായി ഗാഠബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നടന്ന വിവിധ വിഷയങ്ങളിലുള്ള ശില്പശാലകളിലും സംവാദങ്ങളിലും ഭാഗഭാക്കുകളാകുന്നതിനു വേണ്ടി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള പണ്ഡിതന്മാർ എത്തിയിരുന്നു അത്രേ. കുഞ്ഞൻപിള്ളയ്ക്ക് അതിലൊക്കെ പങ്കെടുക്കുവാനുള്ള അസുലഭ അവസരവും ലഭിച്ചു. സുബ്ബ ജഡപടിക്കലിന്റെ കീഴിൽ അദ്ദേഹം വർഷങ്ങളോളം പഠനം നടത്തി. അവിടെ അദ്ദേഹം തമിഴിലെയും സംസ്കൃതത്തിലെയും എല്ലാ ശാസ്ത്രങ്ങളിലും ആഴവും വിപുലവുമായ പാണ്ഡിത്യവും നേടി. സിദ്ധവൈദ്യം, സംഗീതം, ആയോധന കലകൾ എന്നിവയും അദ്ദേഹം പഠിച്ചു. ഇക്കാലഘട്ടത്തിൽ മഹാനായ അദ്വൈതനായ കൊടകനല്ലൂർ സുന്ദര സ്വാമികളുടെ കൃതികൾ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ സുബ്ബ ജഡപടിക്കലിന്റെ കീഴിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ഒരു ക്രിസ്ത്യൻ പുരോഹിതന്റെ കീഴിലാണ് പിന്നീട് അദ്ദേഹം ദീർഘകാലം പഠനം നടത്തുന്നത്. തെക്കൻ തമിഴ്നാട്ടിലെ ഒരാളൊഴിഞ്ഞ പള്ളിയിൽ പുരോഹിതനെ സഹായിച്ചുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യൻ മതവും തത്വചിന്തയും പഠിച്ചു. പിന്നീട് അദ്ദേഹം ഖുറാനിലും സൂഫി മിസ്റ്റിസിസത്തിലും നന്നായി അറിവുള്ള ഒരു മുസ്ലിമിനൊപ്പം താമസിച്ച് അദ്ദേഹം ഇസ്ലാമിന്റെ പ്രധാന തത്വവും ഗൃഹസ്ഥമാക്കുന്നുണ്ട്. അങ്ങനെ പരമ്പരാഗത രീതിയിൽ ഖുറാൻ വായിക്കുന്നതിൽ കുഞ്ഞൻ പ്രാവീണ്യം നേടി. ഒടുവിൽ അവിടെ നിന്നും ഇറങ്ങി തെക്കൻ തമിഴ്നാട്ടിൽ നിരവധി അവധൂതന്മാരോടൊപ്പം മാസങ്ങളോളം അലഞ്ഞു നടന്നു. കൂടാതെ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചു. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന ആശയങ്ങൾ ഒന്നു തന്നെയാണെന്ന് ഈ ദിവസങ്ങളിൽ അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ തന്റെ നീണ്ട കാലത്തെ അന്വേഷണത്തിനൊടുവിൽ തമിഴ്നാട്ടിലെ വടവീശ്വരം ഗ്രാമത്തിൽ ഒരു വഴിയരികിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു അവധൂതൻ കുഞ്ഞൻപിള്ളയെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിച്ചു. ഈ ഒരു അവധൂതൻ ആരാണെന്ന് കൃത്യമായി അറിയില്ല. ദക്ഷിണേന്ത്യയിലെ അനശ്വര യജമാനന്മാരുടെ പരമ്പരയിൽപ്പെട്ട ആളാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ മഹാപണ്ഡിതനും സന്യാസിയുമായി അദ്ദേഹം കേരളത്തിൽ തിരിച്ചെത്തി. നീലകണ്ഠ തീർത്ഥപാദരും തീർത്ഥപാദ പരമഹംസരുമാണ് സ്വാമികളുടെ പ്രധാന ശിഷ്യന്മാർ. 1893 സ്വാമികൾ തന്റെ ആദ്യ ശിഷ്യനായ തീർത്ഥപാദനെ കണ്ടുമുട്ടിയത്. സ്വാമികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി അദ്വൈതത്തെ വ്യാഖ്യാനിക്കുന്ന നിരവധി കൃതികൾ തയ്യാറാക്കി. സാമൂഹികവും മതപരവുമായ ആചാരങ്ങളും ചട്ടങ്ങളും പരിഷ്കരിക്കുകയും അവയ്ക്കായി കൈപ്പുസ്തകങ്ങൾ തയ്യാറാക്കുകയും ചെയ്തു. അങ്ങനെ 1921 അദ്ദേഹം അന്തരിച്ചത്. സ്വാമി അദ്ദേഹത്തിന്റെ സമാധി പീഠത്തിന് മുകളിൽ ഒരു ശിവലിംഗം സ്ഥാപിക്കുകയും ചെയ്തു. 1898 തീർത്ഥപാദ പരമഹംസർ സ്വാമിയുടെ ശിഷ്യത്വം സ്വീകരിച്ചത്. കേരള സമൂഹത്തിലെ ജാതിയുമായി ബന്ധപ്പെട്ട അനീതികൾ ഇല്ലാതാക്കുവാൻ വേണ്ടി അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു. സ്വാമിയുടെ ഉപദേശങ്ങളും രീതികളും പിന്തുടരുന്ന സന്യാസിമാർക്ക് വേണ്ടി അദ്ദേഹം നിരവധി ആശ്രമങ്ങളും തീർത്ഥപാദ സമ്പ്രദായവും സ്ഥാപിച്ചു. സ്വാമി ചിന്മയാനന്ദ, സ്വാമി അഭേദാനന്ദ കൂടാതെ മറ്റു പല സന്യാസിമാരും തങ്ങളുടെ ആത്മീയ ജീവിതത്തിലേക്കുള്ള വഴി കണ്ടെത്തിയത് സ്വാമിയിലൂടെയാണ്. ഹിന്ദുമത ദൂഷണത്തിനെതിരെയും വൈദേശിക മതാധിപത്യത്തിനെതിരെയും സ്വാമികൾ ശബ്ദമുയർത്തിയിട്ടുണ്ട്. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് സമർത്ഥിക്കുന്ന സർവമത സാമരസ്യമാണ് ചട്ടമ്പി സ്വാമികളുടെ ആദ്യ കൃതി. സ്ത്രീകളടക്കം എല്ലാവർക്കും വേദം പഠിക്കാമെന്നും വേദപ്രമാണങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടി ചട്ടമ്പി സ്വാമികൾ സമർത്ഥിക്കുകയുണ്ടായി. പുരോഹിത വർഗത്തിന്റെ മേധാവിത്വത്തെ മേധാശക്തി കൊണ്ട് തന്നെ പൊളിച്ചു എന്നതാണ് സ്വാമി ദർശനത്തിന്റെ ചരിത്ര പ്രസക്തി. സ്നേഹകാരുണ്യത്തിന്റെ താത്വിക രൂപമാണ് സ്വാമികളുടെ ജീവകാരുണ്യ നിരൂപണം എന്ന കൃതി എന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 1903 ശാസ്താംകോട്ടയിൽ വെച്ച് നടന്ന അനൗപചാരിക പ്രഭാഷണത്തിൽ ഐത്തം അറബിക്കടലിൽ തള്ളേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് സ്വാമികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ഏറെക്കാലം അവധൂതനായി സഞ്ചരിച്ച ചട്ടമ്പി സ്വാമികൾ ആനന്ദകുമാരുവേലു എന്ന സിദ്ധനിൽ നിന്നുമാണ്
രഹസ്യ മന്ത്രോപദേശം സ്വീകരിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. ചട്ടമ്പി സ്വാമികളുമായി ചേർന്ന് ശ്രീനാരായണ ഗുരു, നീലകണ്ഠ തീർത്ഥപാദർ, പരമഹംസ തീർത്ഥപാദർ എന്നിവർ നടത്തിയ നിരവധി സമാഗമങ്ങൾ ചരിത്രത്തിന് പുതിയ ബോധോദയം നൽകിയവയായിരുന്നു. ഇതിൽ ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ജരി ചട്ടമ്പി സ്വാമികൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നുമുണ്ട്. 1892 മലബാറിൽ വെച്ചാണ് സ്വാമി വിവേകാനന്ദരും ചട്ടമ്പി സ്വാമികളും തമ്മിലുള്ള കണ്ടുമുട്ടൽ സംഭവിച്ചത്. ആ കണ്ടുമുട്ടലിൽ വെച്ച് ചിമുദ്രയെക്കുറിച്ചുള്ള ഉപദേശവും വിവേകാനന്ദൻ സ്വാമികളിൽ നിന്നും സ്വീകരിക്കുന്നുണ്ട്. കേരളത്തിൽ ഞാൻ കണ്ട ഒരേ ഒരു മനുഷ്യനെന്നും അദ്ദേഹം പക്ഷിരാജനായ ഗരുഡൻ, ഞാനോ വെറുമൊരു കൊതുകെന്നും ഇങ്ങനെയൊക്കെ ചട്ടമ്പി സ്വാമികളെ സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കുകയുണ്ടായി. തന്റെ അവസാന കാലത്ത് സ്വാമികൾ നിരവധി രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടിയിരുന്നു. ഒടുവിൽ 1924 മെയ് 5 ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ അദ്ദേഹം സമാധിയായി. അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടം പന്മന ആശ്രമ വളപ്പിൽ സമാധിയിരുത്തി. അങ്ങനെ പന്മന ആശ്രമം അദ്ദേഹത്തിന്റെ സമാധി സ്ഥലമായി അറിയപ്പെട്ടു. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ സമാധി സങ്കല്പം എന്ന കൃതി രചിക്കുകയുണ്ടായി. കൂടാതെ NV ശങ്കരൻ ചട്ടമ്പി സ്വാമികളുടെ ജീവിതം 5 ഭാഗങ്ങളാക്കി ഭട്ടാരകപ്പാന വിദ്യാധിരാജ ഭാഗവതം എന്ന കൃതിയും രചിച്ചു. വേദാന്തസാരം, നിജാനന്ദ വിലാസം, ഭാഷാപത്മപുരാണാഭിപ്രായം, ക്രിസ്തുമത ചേതനം, ജീവകാരുണ്യ നിരൂപണം, ശ്രീചക്ര പൂജാകൽപ്പം, ആദിഭാഷ പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി, പിള്ളത്താലോലിപ്പ്, സർവമത സാമരസ്യം, കേരളത്തിലെ സ്ഥലനാമങ്ങൾ, പ്രപഞ്ചത്തിൽ സ്ത്രീ പുരുഷന്മാർക്കുള്ള സ്ഥാനം, തമിഴകവും ദ്രാവിഡ മാഹാത്മ്യവും, മനോനാശം, ക്രിസ്തുമത നിരൂപണം, അദ്വൈത പഞ്ചരം, മോക്ഷപ്രദീപ ഖണ്ഡനം എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. ഷൺമുഖദാസൻ എന്ന പേരിലും ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്നു. കേരള നവോത്ഥാന നായകനായ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരെ